കർണാടകയിൽ പോയപ്പോഴുള്ള കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ? തലയിൽ പൂ ചൂടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ കേരളത്തിലെ പെൺകുട്ടികൾ കൂടുതലും ഓണസമയത്ത് സാരിയൊക്കെ ഉടുക്കുമ്പോൾ മാത്രമാണ് തലയിൽ അങ്ങനെ പൂ ചൂടിയിട്ടൊക്കെ നടക്കാറുള്ളൂ. പക്ഷെ തമിഴ്നാട്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ടാണ് അവർ തലയിൽ പൂ ചൂടുന്നത്. അതിപ്പോൾ ജീൻസിൻ്റെ ഒപ്പം ആയാൽ പോലും പൂവൊക്കെ ചൂടി നടക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ ഒക്കെ പോകുമ്പോൾ വേളാങ്കണ്ണിയിലൊക്കെ ഞാൻ പോകുമ്പോൾ ഒക്കെ കാണാറുണ്ട്. അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഒരാവശ്യമില്ലെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ കുറച്ച് പൂവൊക്കെ വാങ്ങി തലയിൽ വെച്ചായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഭയങ്കര വിശപ്പായിരുന്നു. ഒരുപാട് നടന്നിട്ടാണ് നമ്മളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചത്. ആക്ച്വലി ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊരു വൈബ് ഉണ്ടായിരുന്നു. നമ്മൾ നിന്ന് അങ്ങനെ എല്ലാവരുടെ കൂട്ടത്തിൽ നിന്ന് കഴിക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നവർ കൂടുതലും ജോലിക്ക് പോകുന്നവരും അവിടെ നോർമലി എല്ലാ ദിവസവും വരുന്നവർ അവരുടെ ആ ഒരു വർത്താനവും അവരുടെ ആ ഒരു കമ്പനിയൊക്കെ കണ്ടപ്പോഴേ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എല്ലാ ദിവസവും വരുന്നവർ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ വന്ന് കഴിക്കുന്നു. അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വഴി ഫുള്ള് നടന്ന് വന്നിട്ടാണ് നമ്മൾ ഈ ഹോട്ടൽ കണ്ടുപിടിച്ചത്. അപ്പോൾ അവിടെ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. ഇഡ്ഡലിയാണ് കഴിച്ചത്. അപ്പോൾ ഇഡ്ഡലി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും, അവരത് അടുപ്പത്ത് വെച്ചേക്കുവാണെന്ന് പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വഴികളിൽ ചുമ്മാ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇങ്ങനെ നടക്കുക നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. സമയം ഏകദേശം ഒരു 8:15, 8:30 ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടെയുള്ള ആൾക്കാർ കടയെല്ലാം ഓപ്പണാക്കി അവരവരുടേതായ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ നമ്മുടെ കേരളം വിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ കൾച്ചറൊക്കെ ഇങ്ങനെ പ്രത്യേകിച്ച് രാവിലെ സമയങ്ങൾ അവരുടെ ആ ഒരു ജീവിത ശൈലിയും അവരുടെ കാര്യങ്ങളൊക്കെ കാണാനും കുറച്ച് റൂറൽ ഏരിയാസൊക്കെ എക്സ്പ്ലോർ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. ചിലർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കോലമൊക്കെ വരയ്ക്കുന്നുണ്ടായിരുന്നു. ചിലത് ഭയങ്കര നോർമൽ ആൻഡ് സിമ്പിളായിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ കൂടെ കുറേയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഫുഡൊക്കെ വന്നതുണ്ടായിരുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ ഇവർ വെള്ളമൊക്കെ തളിച്ച് അവിടെ പൊടിയും നല്ല നീറ്റായിരുന്നു സ്ഥലം. അവിടെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കുറേ പേര് അടിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ജസ്റ്റ് റോഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞപ്പം ആണ് നമ്മുടെ പൂക്കൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടത്. നമ്മൾ സാധാരണ ഓണത്തിനൊക്കെ ചൂടുന്നത് മുല്ലപ്പൂ ആണല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഓറഞ്ച് കളർ ഒരു പൂവ് അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അതിൻ്റെ പേര് കനകാംബരം എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതാണ് ഞാൻ വാങ്ങിച്ചത്. ഒരു മുഴം ആണ് വാങ്ങിച്ചത്. 1 മീറ്റർ 60 റുപ്പീസ് ആയിരുന്നു. അത് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പം അപ്പുറത്ത് ഈ വടയും പരിപ്പോടൊക്കെ വിൽക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു ഞാൻ വെച്ച് തരാം, എൻ്റെ മോൾക്ക് ഞാനാണ് പൂവൊക്കെ വെച്ച് കൊടുക്കാറ്, അതുകൊണ്ട് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞാൽ ആ ചേച്ചി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനപ്പോൾ ആ ചേച്ചിയുടെ ഹെൽപ്പ് എടുത്തായിരുന്നു വെക്കാൻ വേണ്ടി. എനിക്ക് വെക്കാവുന്നതേ ഉണ്ടായുള്ളൂ. പിന്നെ ആൾ ഹെൽപ്പ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കത് നിഷേധിക്കാൻ തോന്നിയില്ല. അവരുടെ രീതിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറ്റിയാണ് അത് വെച്ചത്. എനിക്ക് കുറച്ച് താഴ്ത്തി പൂ വയ്ക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ആ ചേച്ചി അങ്ങനെ വെച്ചപ്പോൾ അതിനെ എതിർക്കാൻ നിന്നില്ല. ഞാനും നല്ല രീതിയിൽ ആ ഒരു വൈബ് എൻജോയ് ചെയ്തായിരുന്നു. ആ ചേച്ചി എന്നോട് ഇങ്ങനെ കുറേ വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു. മലയാളിയാണോ തമിഴാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇങ്ങനെ മലയാളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ മലയാളം എനിക്കൊട്ടും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു പറയണത്. അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. നമ്മളെ ആ ചേച്ചി നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് ആ ചേച്ചിയുടെ കടയിൽ നിന്ന് നമുക്ക് ആവശ്യമില്ലെങ്കിലും കുറച്ച് വടയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു താങ്ക് യു ബായൊക്കെ പറഞ്ഞ് നമ്മൾ ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് പോന്നു. ഫേസ് കണ്ടാലറിയാം ഞാൻ നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു. അപ്പോൾ എനിക്കും എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്തിൻ്റെ രീതികൾ നമ്മൾ പിന്തുടരണം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് എൻ്റെ പേരൊക്കെയറിയില്ല, എന്ത് പേരാണാവോ ചേച്ചി. ഈ കനകാംബരവും മൂക്കുത്തിയൊക്കെ കൂടി ആയപ്പോൾ എനിക്കൊരു തമിഴ് ലുക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ബ്ലോക്ക് കിട്ടി. സാധാരണ ഈ റോഡിൽ അങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലാത്തൊരു നോർമൽ റോഡാണ്. പക്ഷെ അവിടെ എന്തോ ഒരു ഉത്സവമോ എന്തോ ഒരു സംതിങ് നടക്കാം. ഞാൻ കാണിച്ചു തരാട്ടാ. ബാൻഡ് സെറ്റും മേളവും പാട്ടും ഒക്കെ ഉണ്ട്. എന്ത് പരിപാടിയാണ് അവിടെ നടന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. പക്ഷെ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു. ബ്ലോക്ക് ആണെങ്കിലും എനിക്ക് ഇവരുടെ ആ ഒരു രീതിയിലുള്ള ബാൻഡ് സെറ്റും പാട്ടും അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഞാനത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ.
ഈവനിങ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം അവിടെ ഇതേപോലെ എന്തോ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പം ഇനി എന്തെങ്കിലും സീസൺ ടൈം ആണോ എന്നൊന്നറിയില്ല. അത് കുറച്ചുകൂടി ഗംഭീരമായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിലുള്ള ഡെക്കോറൊക്കെ ചെയ്തിട്ടായിരുന്നു. നേരിട്ട് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. എന്തുമാത്രം ഫ്ലവേഴ്സ് ആയിരിക്കും അവർ ആ തേരിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു സംഭവം ഇങ്ങനെ റോട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നേ. ഇങ്ങോട്ട് ട്രെയിനിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണിട്ടത്. നല്ല ഭംഗിയുള്ള കാഴ്ച ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ പൊക്കം കുറഞ്ഞ മരങ്ങളും പാറകളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള വിഷ്വൽസ് ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ എനിക്ക് ഇങ്ങനെ ട്രെയിനിൻ്റെ ഡോറിൻ്റെ അവിടെ നിൽക്കാനായിട്ട് ഒട്ടും സേഫ് അല്ലാത്തതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യാറില്ല. പക്ഷേ എനിക്ക് കുറച്ച് വീഡിയോ എടുക്കാനുണ്ടായതിനെ ഞാൻ വളരെ സൂക്ഷിച്ച് സേഫൊക്കെ ആയിട്ടാണ് നിന്ന് ചെയ്തത്. ചിലർ ആ പടിയുമേക്ക് ഇരിക്കാറുണ്ട്. അത്രയും സാഹസത്തിനൊക്കെ മുതിരാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ഡോറ് വന്ന് അടയാനും ഒക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് അകന്ന് നിന്ന് കുറച്ച് സൂമൊക്കെ ചെയ്തിട്ടാണ് എടുത്തത്. നല്ല രീതിയിൽ പാടങ്ങളും മരങ്ങളും പച്ചപ്പും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയായിരുന്നു ട്രെയിനിൽ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞപ്പം. പിന്നെ ഞാൻ നോക്കിയത് എൻ്റെ ഫോണിൻ്റെ സൂം ചെയ്തതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ആ ഒരു ഇഫക്റ്റും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ട്രെയിനിലെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കഴിഞ്ഞപ്പം ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കി. എനിക്ക് ശരിക്കും കണ്ണുകൊണ്ട് ഒരു ചെറിയൊരു മിന്നായം പോലെ ഒരാൾ അവിടെ കണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം നല്ല രീതിയിൽ കാണാൻ പറ്റി. എൻ്റെ ഫോണിൻ്റെ ക്വാളിറ്റി ഞാൻ ചെക്ക് ചെയ്തതാണ്. സാംസങ് S23 ആട്ടോ. പിന്നെ ഞാൻ ചേച്ചിക്ക് വേണ്ടി നാട്ടിൽ നിന്ന് കുറച്ച് ചെടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ എൻ്റെ തലയിലിരുന്ന കനകാംബരം എടുത്ത് ചേച്ചിക്ക് വെച്ച് കൊടുത്തു, അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. വേറൊരാൾ ചൂടിയ പൂ മറ്റൊരാൾക്ക് വെച്ച് കൊടുക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഞങ്ങൾ ചേച്ചി അനിയത്തിയും ആയതുകൊണ്ട് നമുക്കത്ര വലിയ പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് നമ്മളങ്ങനെ വെച്ചു കേട്ടോ. അപ്പോൾ അവൾക്കും നല്ല രീതിയിൽ ഇഷ്ടമാണ് പൂവൊക്കെ വെച്ച് നടക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ മാത്യൂസ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരോടും കഴിച്ചു. മാത്യൂസ് കേക്ക് കഴിക്കുന്നതിൻ്റെയും അതിൻ്റെ റിവ്യൂ പറയുന്നതിൻ്റെയൊക്കെ ഒരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടേക്കണേ. ഞാൻ റിലേറ്റഡ് വീഡിയോസിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക് കൊടുക്കാം ഞാൻ. അപ്പോൾ മാത്യൂസ് കേക്ക് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ഒരിച്ചിരി തിളങ്ങി നിൽക്കുന്ന ഒരു കേക്കാണ്. ഭയങ്കര വലിയ ഹൈപ്പാന്നല്ല, എന്നാലും ചെറിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടാണ് ഞാനും ഈ മാത്യൂസ് കേക്ക് വാങ്ങിച്ചത്. ഇതിൻ്റെ ഈ ചോക്ലേറ്റ് ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വാനില ഫ്ലേവർ എനിക്ക് പൊതുവേ വാനില ഫ്ലേവറിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് എനിക്ക് ചോക്ലേറ്റാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. മാത്യൂസ് കേക്കിൻ്റെ വില വരുന്നത് ഇത് 2 എണ്ണം വാങ്ങിച്ചതിന് 550 റുപ്പീസാണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരെണ്ണം 275 റുപ്പീസായിട്ട് വരും. അപ്പം നല്ലൊരു എന്താ പറയുക, നല്ലൊരു കേക്ക്. ഒരുപാട് മധുരവും കാര്യങ്ങളൊന്നും തോന്നിയില്ല. പക്ക ഒരു ഹോം മെയ്ഡ് ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ മുകളിലുണ്ടായിരുന്ന ഐസിങ് എന്ന് പറയണത് ജസ്റ്റ് ഒരു ബട്ടർ ക്രീം പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോപ്പർ ഐസിങ് അല്ല. ഈ കേക്കിൻ്റെ ഏറ്റവും വലിയ വെറൈറ്റിയും ടേസ്റ്റും ആ ഒരു മുകളിലുള്ള ബട്ടർ ക്രീം തന്നെയായിരുന്നു. അപ്പോൾ കർണാടകയിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് എൻ്റെ ഈ ഒരു ചെറിയ മിനി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ.